ചപ്പാത്തി, പൊറോട്ട, പത്തിരി അതിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട കുറുമ ഉണ്ടാക്കാം. അത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. മക്കളെ, അതിന് വേണ്ടി ഞാൻ 5 കോഴിമുട്ട പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ ഇനി നമുക്ക് ഒന്ന് വരഞ്ഞെടുക്കാം. എന്ന് വെച്ചാൽ അടിയിൽ ഉള്ളിലായിട്ട് വരേണ്ടെങ്കിൽ ഇത് കോഴിമുട്ടയുടെ വെള്ള മാത്രമായിട്ടൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അതെന്തിനാന്ന് ചോദിച്ചാൽ അതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഉള്ളിലൊക്കെ മസാല കയറിപ്പോവും നമ്മളിങ്ങനെ വരഞ്ഞു വെക്കുമ്പോഴേ. ഇനി ഇതെവിടെ ഇരിക്കട്ടെ മക്കളെ. ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു അരപ്പരച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള പട്ട ചെറുതായിട്ട് പൊട്ടിച്ചത് അത് ഇട്ട് കൊടുക്കുക. ഒരു 4 ഗ്രാമ്പും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഒരു 3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിക്ക് 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചു കൊണ്ടുവരാം. ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കരട് മുരടായിട്ടാണ് അരച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 മീഡിയം സൈസിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിനെ ഇനി നമുക്ക് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇത് വെള്ളം ഒഴിക്കുന്നത് നമുക്ക് അരച്ചു നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ആദ്യം വെള്ളം ഒഴിക്കാതെ അരയ്ക്കുക. അരയണില്ലെങ്കിൽ അരയ്ക്കാൻ മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് അരച്ചു കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. എനിക്ക് തക്കാളിയുടെ നീര് മാത്രം മതിയിരുന്ന് ഇത് അരയാൻ. ഇനി അരയണില്ലെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായി വന്നാൽ നമുക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നാൽ 1 ടീസ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകം. പെരുംജീരകം ഒന്ന് പൊട്ടി വരട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം. മക്കളെ, ഈ പെരുംജീരകമാണ് നമ്മുടെ കറിക്ക് നല്ല മണം കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മീഡിയം സൈസിൽ 2 വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാട്ടോ. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിക്കണ്. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. മക്കളെ, നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ടേ ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി വേഗം വാടി കിട്ടുവേ. ഞാൻ അതേപോലെ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. തോനെ ചേർത്താൽ ചിലപ്പോൾ കറിയിൽ ഉപ്പ് കൂടിപ്പോയാലോ. അപ്പം നമുക്ക് ഇനി പിന്നെ വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. അതുകൂടി ഇതിൽ കിടന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ട് ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. വല്ലാതെ ഗോൾഡൻ കളറൊന്നും ആവണ്ട, ഇങ്ങനെ വഴണ്ടാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി അത് ഇതിൻ്റെ കൂടെ കിടന്നുകൊണ്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി ഉള്ളി ഒന്നുകൂടി കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ അരച്ച് കൊണ്ടുവന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അതിൽ ഈ മസാല വെന്ത് വരുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ വെന്ത് എണ്ണ തെളിഞ്ഞ് വരണം. നല്ല തീ വെച്ച് കൊടുത്താൽ വേഗം വറ്റുകയും ചെയ്യും, നമ്മുടെ മസാല വേഗവും ഇല്ല, അടി പിടിക്കുകയും ചെയ്യും. അതില്ലാതിരിക്കാനാണ് ചെറിയ തീയിൽ വെച്ച് ഇളക്കാൻ പറഞ്ഞത്. മക്കളെ, നമ്മുടെ മസാല ഇപ്പോൾ ഒക്കെ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് കളർ മാറി വരുന്നുണ്ട്. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതില്ലെങ്കിൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കണം പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, ഈ സൈഡിലൊക്കെ എണ്ണയൊക്കെ കണ്ടില്ലേ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഡാർക്ക് കളറിലായി വരട്ടെ. അപ്പോഴാണ് നമുക്ക് മുട്ടക്കുറുമയുടെ ടേസ്റ്റ് വരിക കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കളർ മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയിൽ ഇടന്ന് ഉരുളണ് മസാല. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിൽ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. ആദ്യം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ഇളക്കി ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് മസാലയുടെ പച്ചമണങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചിലവർക്ക് നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് വേണം, ചിലവർക്ക് നല്ല ലൂസായിട്ട് വേണം. അപ്പം നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിതിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എനിക്ക് കുറച്ച് തിക്കായിട്ട് വേണം, ഗ്രേവി ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് പാകം നോക്കി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യം ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. നോക്കി ഇടാട്ടോ. ഇപ്പം നമ്മൾ കറിയുടെ ഉപ്പൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ചെറുതായിട്ട് മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച കോഴിമുട്ടയെ ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്നങ്ങോട്ട് ഇളക്കി കൊടുക്കാം. മുട്ടയിലെല്ലാത്തിലും മസാല നല്ലപോലെ പെടുന്ന രീതിയിൽ വേണം ഇളക്കാൻ. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. അത് എന്തിനാന്ന് ചോദിച്ചാൽ മുട്ടയുടെ ഉള്ളിലൊക്കെ ഉപ്പും മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേഗട്ടെ. അപ്പം മക്കളെ, നമ്മളെ മുട്ട കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഗ്രേവി കുറച്ച് കട്ടിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ആവാട്ടോ. നിങ്ങളെ ഇഷ്ടം പോലെ ഗ്രേവി ആക്കി എടുക്കാൻ പറ്റുമേ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ നമ്മുടെ മുട്ടക്കുറുമ. മക്കളെ, എല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും വീട്ടിലും മുട്ടക്കറിയും മുട്ടയൊക്കെ വാങ്ങുമല്ലോ. ആ മുട്ടക്കറി വെക്കുമ്പോൾ ഇതേപോലെ ഒരു കുറുമക്കറി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.